റജബ് മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 മാസങ്ങളുള്ള ഒരു വർഷത്തിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രതയുണ്ട്. ജാഹിലിയ്യ കാലത്ത് തന്നെ, ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചു പോരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽഖഅദ്, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന മാസം. ദുൽഹിജ്ജ, ഹജ്ജ് നിർവഹിക്കുന്ന മാസം. മുഹറം, ഹജ്ജ് കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോകുന്ന മാസം. പിന്നെ അതിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഒരുമിച്ചു വരുന്ന 3 മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കുള്ളൊരു മാസമാണ് റജബ്. അത് മാസഗണനയിൽ 7ാമത്തെ മാസമാണ്. റജബിന് മുളർ എന്ന്, അസമ്മ് എന്ന്, അൽ അസബ് എന്നൊക്കെ പേരുകളുണ്ട്. ഒരുപാട് പേരുകൾ റജബിന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ സൂചിപ്പിക്കുന്നത് ആ മാസത്തിൻ്റെ പവിത്രതയാണ്. അതുകൊണ്ട് തന്നെ ആ റജബ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റജബ് സമാഗതമായാൽ നടത്തുന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകം നമ്മൾ ആ പ്രാർത്ഥന നടത്തേണ്ടതാണ്. അല്ലാഹുവേ, റജബിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഷഅബാനിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന പ്രാർത്ഥന. അത് വരാനിരിക്കുന്ന റമളാൻ്റെ മുന്നോടിയായി ആ റമളാനെ കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ റമളാനിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി നമ്മൾ പരമാവധി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സമയം കൂടുതൽ കണ്ടെത്തേണ്ട മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് റജബ്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന ഏറ്റവും അത്ഭുതകരമായ 2 സംഭവങ്ങൾ നടന്നത് അത് റജബിലാണ്. റജബ് 27 എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഖുർആനിൽ ഇസ്റാ സംബന്ധിച്ച് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്റായിൽ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ഇസ്റാ മിഅ്റാജിൻ്റെ സംഭവം അതേ തുറന്നുകൊണ്ടാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം എന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ 5 നേരത്തെ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെടുകയും ഒരു സമ്മാനമായി നമുക്ക് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെക്കുറിച്ചുള്ള ശ്രദ്ധയും, ആ നിസ്കാരം ഖളാ ആയി പോയത് അത് വീട്ടാനുള്ള ഒരു ശ്രമവും, ഭാവിയിൽ ആ നിസ്കാരത്തെക്കുറിച്ചുള്ള കൂടുതൽ ശ്രദ്ധയും ഉള്ള ജീവിതം നയിക്കാൻ ഒക്കെ ഈ ഒരു മാസം നമുക്ക് വലിയ പ്രചോദനം നൽകേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഈ മാസത്തിൽ ദുആ ചെയ്യുകയും അതിൽ പ്രത്യേകമായ ഇബാദത്തുകൾ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തഖ്വയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതരാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.